സിവിൽ സർവീസിലെ മലയാളി തിളക്കവും ഇന്നത്തെ വാർത്താപ്പകലിലെത്തിയ വാർത്തയാണ്. സിവിൽ സർവീസ് പരീക്ഷയിൽ ലക്നൌ സ്വദേശി ആദിത്യ ശ്രീവാസ്തവയ്ക്കാണ് 1ാം റാങ്ക്. എറണാകുളം സ്വദേശി സിദ്ധാർത്ഥ് രാംകുമാർ 4ാം റാങ്ക് നേടി. മലയാളികളായ ആശിഷ് കുമാർ 8ാം റാങ്കും വിഷ്ണു ശശികുമാർ 31ാം റാങ്കും നേടി. വീട്ടുകാർ അറിയാതെയാണ് സിദ്ധാർത്ഥ് പരീക്ഷ എഴുതിയത് എന്ന് കുടുംബം 24-നോട് പറഞ്ഞു. സിദ്ധാർത്ഥ് ആക്ച്വലി ഇപ്രാവശ്യം എഴുതിയായിരുന്നെങ്കിൽ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. സിദ്ധാർത്ഥ് മിനിസ്ട്രി ഓഫ് ടെലികോം ആൻഡ് പോസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് 22-ൽ IPS കിട്ടി. 23-ൽ റാങ്ക് ഇംപ്രൂവ് ചെയ്തു. പക്ഷെ റാങ്ക് ഇംപ്രൂവ് ചെയ്തെങ്കിലും അയാളുടെ ഇനിഷ്യൽ കേഡർ അലോട്ട്മെന്റ് വെസ്റ്റ് ബംഗാൾ കേഡർ ആയിരുന്നു. വെസ്റ്റ് ബംഗാൾ IPS കേഡർ അലോട്ട്മെന്റ് ദാറ്റ് റിമെയിൻ ഫൈനൽ. 24-ൽ ഇപ്രാവശ്യം ബിക്കോസ് ഹി ഗോട്ട് എ ബെറ്റർ റാങ്ക് ഐ തിങ്ക് ഹിൽ ബി ഏബിൾ ടു മൂവ് ഇൻ ടു IAS. സിദ്ധാർത്ഥ് ആക്ച്വലി ഇപ്രാവശ്യം എഴുതിയായിരുന്നെങ്കിൽ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. 71ാം റാങ്ക് നേടിയ തിരുവനന്തപുരം സ്വദേശി ഫാബി റഷീദും 24-മായി അനുഭവങ്ങൾ പങ്കുവച്ചു. ആദ്യത്തെ 100-നുള്ളിൽ വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പ്രതീക്ഷയില്ല. ബിക്കോസ് UPSC എപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു 100-നുള്ളിൽ വരണം എന്ന്. ഞാൻ സ്കൂള് സർവോദയ വിദ്യാലയ തിരുവനന്തപുരം നാലാഞ്ചിറയായിരുന്നു പഠിച്ചത്. കോളേജ് നൈസർ തിരുവനന്തപുരം ആയിരുന്നു. ഞാൻ 2022-ൽ പാസ് ഔട്ടായി. അതിനുശേഷം ഞാൻ ഫോർച്യൂൺ IAS അക്കാഡമിയിലാണ് പഠിച്ചത്. വിഷ്ണു സുരേഷൻ ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ. വിഷ്ണു, അങ്ങനെ മലയാളി തിളക്കങ്ങൾ ഒട്ടേറെയുണ്ട് ഇത്തവണയും. സിവിൽ സർവീസ് പരീക്ഷാ ഫലം പുറത്തു വരുമ്പോൾ എങ്ങനെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നവർ, എന്തൊക്കെയാണ് വിവരങ്ങൾ വിഷ്ണു? നീണ്ട ഇടവേളയ്ക്ക് ശേഷമായിരിക്കും ഇത്രയേറെ മലയാളികൾ സിവിൽ സർവീസിന്റെ റാങ്ക് പട്ടികയിൽ ഇടം പിടിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ആദ്യ 100-ൽ തന്നെ 10-ലധികം മലയാളികൾ ഇടം പിടിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ ആ പട്ടിക പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെ നമ്മുടെ എറണാകുളം സ്വദേശിയായ സിദ്ധാർത്ഥ് രാംകുമാറിന്റെ ഒരു പെർഫോമൻസ് ആണ്. 4ാം റാങ്കാണ് സിദ്ധാർത്ഥ് ഇത്തവണ കരസ്ഥമാക്കിയത്. സിദ്ധാർത്ഥിന്റെ വീട്ടുകാരുമായി നമ്മൾ സംസാരിച്ചിരുന്നു. വളരെ കൗതുകകരമായൊരു മറുപടിയാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതായത് സിദ്ധാർത്ഥ് ഇത്തവണ സിവിൽ സർവീസ് പരീക്ഷ എഴുതിയത് കുടുംബം അറിയാതെയാണ്. സിദ്ധാർത്ഥ് കഴിഞ്ഞ തവണ പരീക്ഷ എഴുതുകയും IPS-മായി ബന്ധപ്പെട്ട് 121ാം റാങ്ക് കരസ്ഥമാക്കുകയും ചെയ്തു. പക്ഷേ സിദ്ധാർത്ഥിന് IAS വേണം എന്നുള്ളതായിരുന്നു ഒരു വാശി. അതുമായി ബന്ധപ്പെട്ടാണ് ഇത്തവണ പരീക്ഷ എഴുതുകയും 4ാം റാങ്കിലേക്ക് എത്തുകയും ചെയ്തത്. നിലവിൽ IPS-മായി ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സിദ്ധാർത്ഥ് നാട്ടിലില്ല. മറ്റൊന്ന് ആശിഷ് കുമാറാണ്. 8ാം റാങ്ക് കരസ്ഥമാക്കിയ ആശിഷ് കുമാറുണ്ട്. 31ാം റാങ്ക് കരസ്ഥമാക്കിയ വിഷ്ണു ഉണ്ട്. അതോടൊപ്പം ഫാബിഷ 71ാം റാങ്ക്, അങ്ങനെ 41ാം റാങ്ക് കരസ്ഥമാക്കിയ അഞ്ജു ഉണ്ട്. അങ്ങനെ നിരവധി പേർ ആദ്യ 100-ൽ തന്നെ മലയാളികളായി ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം. 1ാം റാങ്ക് നേടിയിരിക്കുന്നത് ലക്നൗ സ്വദേശിയായ ആദിത്യ ശ്രീവാസ്തവയാണ് 1ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ മലയാളികളുടെ ഈ നേട്ടം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ സിവിൽ സർവീസിൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം മലയാളികൾ കരസ്ഥമാക്കിയ നേട്ടം വരും നാളുകളിൽ കൂടിയുള്ള ആളുകൾക്ക് ഒരു വലിയ പ്രചോദനമായി മാറും എന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഈ സിദ്ധാർത്ഥിന് പോലുള്ള പെർഫോമൻസ് ഒക്കെ വലിയ ഉദാഹരണങ്ങളായി മാതൃകയാക്കി മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ് ആളുകൾക്ക്. ആദ്യഘട്ടത്തിൽ IPS-ൽ വലിയ പിന്നിലായിരുന്നു റാങ്കെങ്കിൽ ഇതാ താൻ മുന്നിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വീണ്ടും പരീക്ഷ എഴുതുന്നു. അത് 4ാം റാങ്കിലേക്ക് എത്തി ഒരു സ്വപ്നതുല്യമായ നേട്ടം സിദ്ധാർത്ഥ കൈവരിച്ചു. അത്തരത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. കൂടുതൽ വിദ്യാർത്ഥികളും തിരുവനന്തപുരം ഫോർച്യൂൺ അക്കാഡമിയിൽ ഈ പരിശീലിച്ച വിദ്യാർത്ഥികളാണ്. ഏകദേശം 25-ലധികം വരുന്ന വിദ്യാർത്ഥികളാണ് ഈ പരീക്ഷയിൽ ഉടനീളം, മലയാളികളായ വിദ്യാർത്ഥികളുടനീളം ആ അക്കാഡമിയിൽ നിന്ന് പഠിച്ച് ഇറങ്ങിയ ആളുകളാണ്. അവർക്കും വലിയ അഭിമാനമായ നിമിഷമാണ്. എന്തായാലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ സിവിൽ സർവീസ് എക്സാമിൽ ഒരുപാട് നേട്ടങ്ങൾ പങ്കുവെക്കാനുണ്ട്. അഭിമാന നേട്ടം മലയാളികൾക്ക്. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.